ഹലോ ഫ്രണ്ട്സ്, ഫോട്ടോ റീടച്ചിങ് ക്ലാസ്സിൻ്റെ 9ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിതിൽ ആക്ഷനിൽ തന്നെ വരുന്ന ഐ ഷാർപ്പനിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കണ്ണ് ഷാർപ്പൺ ചെയ്യുക, അതൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം ഐലൈനർ ചെയ്യുക, എന്നിട്ട് പിന്നെ ഷാർപ്പൻ ചെയ്യുക. ഓക്കെ, ഐലൈനറൊക്കെ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കാതെ ചെയ്യണം. ഒപ്പാസിറ്റിയും ഫ്ലോയും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം മറക്കരുതേ, കാരണം വേറെ പുറത്തുനിന്ന് ആരും ചെയ്യാനില്ല. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ ക്ലാസ് നഷ്ടമാവും. ഇത് ഡിലീറ്റായി പോയി കഴിഞ്ഞാൽ പണിയാവും. തീരെ ആരും കാണാതെ ആയി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വരുന്ന കസ്റ്റമേഴ്സ് മാത്രമേ കാണുള്ളൂ, ഇത് വേറെ ആരും കാണില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വെക്കുകൊണ്ടു മറക്കരുത്. ഓക്കെ, ഇനി നമുക്കിത് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യാനേ രണ്ടാമത്തെ ടൂള് റെക്ടാങ്കുലർ മാർക്കി ടൂള് ക്ലിക്ക് ചെയ്യുക. അതിൽ സെലക്ട് ആൻഡ് മാസ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് കറക്റ്റ് മാസ്ക് ആവും. എന്നിട്ട് സെലക്ട് സബ്ജക്റ്റ് സെലക്ട് സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ സബ്ജക്റ്റ് മാത്രം വെച്ച് ബാക്കി ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഡിലീറ്റ് ആയി പോകും. എന്നിട്ട് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ എന്താ വെച്ചാൽ ആ ഫയൽ നോക്കിയ ലെയറിൽ നോക്കിയ 2 ലെയർ കിടക്കുന്നുണ്ടാവും. മേലെ കട്ട് ചെയ്ത ലെയറും താഴെ ഫുൾ ലെയറും. അത് നമ്മൾ കാണിച്ചു തരാം. നോക്കി, ഇതിൻ്റെ ഹെയറൊക്കെ കറക്റ്റ് കട്ട് ചെയ്ത് കിട്ടി. നമ്മൾ മുമ്പൊക്കെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കിട്ടണമെങ്കിൽ മണിക്കൂറുകൾ ഇരുന്ന് സെലക്ട് ചെയ്ത് മാർക്ക് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ പക്ഷേ ഫോട്ടോഷോപ്പ് അപ്ഡേറ്റ് ആയപ്പോൾ അതിൻ്റെ കുറേ ഗുണങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ഈ താഴെയുള്ള ലെയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഫയൽ കാണാം. മേലുള്ളതാണ് കട്ട് ചെയ്ത് കിടക്കുന്നത്. ഓക്കെ, ഇനി വേറൊന്നും ചെയ്യണം. എപ്പോഴും ചെയ്യുമ്പോൾ പിന്നെ ഇത് ഓരോന്നും മറക്കുന്നത് പറഞ്ഞു വിടുകയാണ്. എപ്പോഴും ലെയറിൽ വെച്ചിട്ടൊരു ഫയൽ ചെയ്യുമ്പോൾ Ctrl+J കൊടുത്തൊരു കോപ്പി എടുത്തതിന് ശേഷം ചെയ്യാൻ ശ്രമിക്കണം. Ctrl+J. അതുകൊണ്ട് ഗുണം എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒറിജിനൽ ഫയൽ താഴെ കിടക്കും, മറ്റേത് മുകളിലുണ്ടാവും. അപ്പോൾ മുകളിലുള്ള ഫയലിനെ മാത്രമേ ആക്ഷനിൽ മാത്രം ഇത് കഴിയില്ല. ആക്ഷനിൽ അത് സെറ്റായിട്ടേ കിട്ടുള്ളൂ, ഒന്നിച്ചേ കിട്ടുള്ളൂ. ഒരിക്കലും അതിന് ലെയർ ഇടാൻ കഴിയില്ല. അല്ലാതെ ഫോട്ടോഷോപ്പിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ Ctrl+J കൊടുത്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ചായി കിട്ടണം. ഇപ്പോൾ നമ്മളത് നേരത്തെ ഉണ്ടായിരുന്ന കളറുമായിട്ട് മിക്സ് ചെയ്തൊരു കളർ എടുത്തു. എന്നിട്ട് നമ്മളെ ടാബിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാബിൽ കറക്റ്റ് ആ 2 കളർ വരുമല്ലോ. ടാബിൽ Ctrl+Delete-നും Alt+Delete-നും ഓരോ കളറാണ് വരിക. അപ്പോൾ അതിൽ Ctrl+Delete കൊടുത്തിട്ട് നമ്മൾ ഇത് സെലക്ട് ചെയ്യുക, ആ ലെയർ സെലക്ട് ചെയ്യുക, മീൻസ് ആ കളർ സെലക്ട് ചെയ്യുക. വെറുതെ ഒരു ഇത് കാണിച്ചതാണ്, കട്ട് ചെയ്തതിൻ്റെ ഒരു ക്വാളിറ്റി കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ മുമ്പൊക്കെ ചെയ്തിരുന്നത് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ വലിയൊരു ഫോട്ടോ ഇടുക, പിന്നെ ഫ്രണ്ടിൽ ഫോർഗ്രൗണ്ടിൽ അവരുടെ ഒരു നിൽക്കുന്നൊരു ഫോട്ടോ വെക്കുക. അങ്ങനെയൊക്കെയായിരുന്നു മുമ്പ് ചെയ്തിരുന്നത്, ആൽബങ്ങളൊക്കെ ചെയ്തിരുന്നത്. അതൊക്കെ ചെയ്യാൻ മണിക്കൂറുകൾ സമയമെടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ അത് സിമ്പിളായിട്ട്